ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കരിപ്പൂരുള്ള നെടുമങ്ങാട് കരിപ്പൂരുള്ള ദേവീ ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ദീപകാഴ്ചകളും അവിടുത്തെ നല്ല ഒരു കുറേ കച്ചവടങ്ങളും കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങളും അവിടുത്തെ കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഉത്സവം കഴിഞ്ഞായിരുന്നു, എന്നാലും നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണം അല്ലേ ജവാബി? അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതുകൂടാതെ ഫാൻസി ഐറ്റംസ് ഉണ്ട്. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു വൈബ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കിനിടയിലാണ് ഇങ്ങനെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ, നല്ല കാഴ്ചകൾ അല്ലേ? അതേ കൂട്ടുകാരെ, ദീപാലങ്കാരമൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ റോഡിലെ തിരക്കും അതുപോലെ വണ്ടികളുടെ തിരക്കും ഒക്കെ കാരണം ഞങ്ങൾക്ക് ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ അവിടെ തിരക്ക് ഫാൻസി ഷോപ്പിലായിരുന്നു കേട്ടോ. നല്ല ലാഭത്തിനുള്ള ഷോപ്പായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഉത്സവം കഴിഞ്ഞു പോയി. അടുത്തവർ എവിടെയാണെന്ന് അറിയത്തില്ല. പക്ഷെ എവിടെയാണെങ്കിലും നമ്മുടെ ജിമ്മിക്ക് കമ്മലൊക്കെ 40 രൂപ ഒക്കെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ മീനുകുട്ടിക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കടയിൽ കയറി. അതെ, അവിടെയും കുഴപ്പമില്ല കേട്ടോ, വിലക്കുറവുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് വീഡിയോയാണ് എടുത്തത്. ഫുള്ള് നമുക്ക് എടുക്കാൻ പറ്റിയില്ലെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഇവിടെ ഞങ്ങൾ വന്നതിന് പ്രധാന കാരണം നമ്മുടെ സരികയുടെ കിരാത പെരുമാൾ കാണാനായിരുന്നു. അപ്പോൾ അതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. നമുക്ക് പറ്റും പോലുള്ള വീഡിയോ ആണ് ഞങ്ങൾ എടുത്തത്. എല്ലാവരും ദീപാലങ്കാര കാഴ്ചകളൊക്കെ കാണുന്നതാണല്ലോ. എങ്കിലും ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെ കാഴ്ചകൾ ഞങ്ങളെടുത്ത് നിങ്ങൾ കൂടി കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ ഡ്യൂപ്ലിക്കേറ്റിനെ വെല്ലുന്ന ഒരു ഗജവീരൻ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഗജവീരൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം വരാൻ പറയാൻ അവിടുത്തെ ഉത്സവം കഴിഞ്ഞു പോയിട്ടോ. ഞങ്ങളും പകുതി ദിവസം കഴിഞ്ഞാണല്ലേ അവിടെ എത്തിയത്. അപ്പൊ ഞങ്ങളിതാ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ കൂട്ടുകാരെ, താങ്ക് യു.